ഹിറ്റ് ജോഡി വീണ്ടും ഒന്നിക്കുന്നു. ഇപ്പം മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് പെയറായിട്ടുള്ള ഒരു കക്ഷി തന്നെയാണ് നയൻതാര. ഇപ്പം തസ്കര വീരനായാലും രാപ്പകലായാലും ഭാസ്കർ റാസ്കലായാലും പുതിയ നിയമമായാലും മമ്മൂട്ടിക്ക് ഏജ് വൈസും ഒക്കെ പറ്റുന്ന ഒരു നായിക തന്നെയാണ്. അത്യാവശ്യം ഇവരുടെ ഒരു 90% സിനിമകളും സൂപ്പർ ഹിറ്റാണ് താരം. അന്നേരം ഇവർ വീണ്ടും ഒന്നിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ആർട്ട് ഫിലിമാണ്. നമ്മൾ സിനിമ അങ്ങനെ തരം ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും സ്ലോ പേസ്ഡ് പടങ്ങളിലെ ഒരു പടമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഇപ്പോഴത്തെ തീം എന്ന് പറയുന്നത് മിസ്റ്ററി ത്രില്ലറാണെന്നാണ് പറയുന്നത്. നയൻതാര നായികയാണെന്ന് പറയുന്നു. തൊടുപുഴയിലും എറണാകുളത്തുമാണ് ഷൂട്ടിംഗ്. ജനുവരി അവസാനം ജനുവരി ഷൂട്ടിംഗ് തുടങ്ങുമെന്നും പറയുന്നു. അന്നേരം എന്തായാലും ഗംഭീര ഒരു സിനിമ പ്രതീക്ഷിക്കാം. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് ആരാധകർ ഫ്ലെക്സ് ഒക്കെ വെച്ച് തിയേറ്ററിൽ കാണുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം. എന്തായാലും നല്ലൊരു ചിത്രമായിട്ട് വരട്ടെ. അടൂർ ഗോപാലകൃഷ്ണൻ എക്കാലത്തെയും മികച്ച ലോകോത്തര സംവിധായകനാണ്. അദ്ദേഹം അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഒരു സിനിമ എടുത്തിട്ടില്ല. അത് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ഒന്നിക്കുമോ? പക്ഷെ അവിടെ ഒരു വ്യത്യാസം, മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണൻ ഒന്നിക്കുമ്പോൾ മാത്രമല്ല, വിധേയനും മതിലുകളും ഒക്കെ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിത്തന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രങ്ങളാണ്. പക്ഷെ മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളതാണ്. എന്തെങ്കിലും വ്യത്യസ്തയില്ലാതെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യത്തില്ലെന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ്. അടുത്ത വർഷത്തെ മമ്മൂട്ടിയുടെ മെയിൻ പ്രോജക്റ്റുകളിലൊന്ന് ഇപ്പം തുടങ്ങാൻ പോകുന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം തന്നെയാണ്.